ഇനി അദ്ദേഹം SIT മുമ്പിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണോ, അത് പുറത്ത് വെച്ചാണോ, അത് ഭഗവാന്റെ മുമ്പിൽ വെച്ചാണോ, അവിടെ വെച്ചാണോ കണ്ടത്, എവിടെ വെച്ചാലും കണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത് സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ്. പണം കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സർക്കാർ ജീവനക്കാരായ പലരും ആ ദേവസ്വം ബോർഡിലുണ്ട്. അവർ പണം വാങ്ങിച്ചെന്നുള്ള തെളിവുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസ് കോടതിയിലേക്ക് അവരെ ഹാജരാക്കിയതും അവിടെ റിമാൻഡ് ചെയ്തതും. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിച്ചാൽ PC ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? തീർച്ചയായിട്ടും നീങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.